കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒട്ടും ബാക്കി വെക്കാതെ കഴിച്ചു പോകും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും. ആദ്യം തന്നെ കുറച്ച് ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കൻ ആട്ടോ. ഇതിലേക്ക് പെപ്പർ പൗഡർ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസ് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റോളം മാത്രമാണ് ഞാൻ മാറ്റിയത്. ഇനിയിപ്പോൾ ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തത്. ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും 3 മുതൽ 5 മിനിറ്റ് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ രണ്ട് വശവും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്തത്. പിന്നെ വെളുത്തുള്ളി ഉണ്ടല്ലോ, അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഈ ഒരു ടൈമിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തേൻ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. തേൻ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചൂടാക്കരുത് കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ ഫ്ലെയിമിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കായിട്ട് ചെറിയ ചെറിയ ഭൂരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഭൂരി പെർഫെക്റ്റ് ആവുന്നതിന് വേണ്ടിയുള്ള വീഡിയോസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. റവയും കൂടി ഗോതമ്പ് മാവിൽ ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അത്ര ആ ഒരു ലൂസ് ആവേണ്ട ആവശ്യമില്ല. കുറച്ചൊരു കട്ടിയോട് കൂടി തന്നെയാണ് ഭൂരിക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ചെറിയതായിട്ടാണ് കേട്ടോ ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മൂടി വെച്ച് കട്ട് ചെയ്ത് ഷേപ്പാക്കിയാണ് എടുത്തത്. അപ്പോൾ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ഭൂരിയും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ചപ്പാത്തി ചെയ്യുന്നതിനേക്കാൾ വളരെ സിമ്പിളാണ് കേട്ടോ ഭൂരി തയ്യാറാക്കാൻ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞാൻ എല്ലാ ഭൂരിയും ഇങ്ങനെ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കായിട്ടുണ്ടല്ലോ ഒന്നൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഞാൻ നേരത്തെ ചെയ്തു വെച്ച ആ ഒരു ഫ്രൈ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഫില്ലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാൻപൂരിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത്. ഇവിടെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത റെസിപ്പിയിൽ ഇടിയപ്പം വെച്ചിട്ടാണ്. അപ്പോൾ ഇടിയപ്പം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇടിയപ്പം ഇതുപോലെ ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അല്ലേ എൻ്റെ 3 കുട്ടികളും 3 ടേസ്റ്റാണ് കേട്ടോ. ഒരാൾക്ക് ഇടിയപ്പം ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് അപ്പം ഇഷ്ടമല്ല. അപ്പോൾ സാധാരണ ഇടിയപ്പം ഇഷ്ടമല്ലാത്ത ആൾക്ക് ഞാൻ ഇതുപോലെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ക്യാരറ്റും ക്യാപ്സിക്കവും സവാളയും നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസ് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഒരു 3 മിനിറ്റോളം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പെപ്പർ പൗഡറും മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി, ഗരം മസാല പൗഡർ ഇത്രയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനും ചെറുപ്പത്തിൽ ഭക്ഷണ കാര്യത്തിൽ ഉമ്മയെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ പലപ്പോഴും നമ്മളതെല്ലാം തിരിച്ചറിയുന്നത് നമ്മൾ ആ സ്ഥാനത്ത് എത്തുമ്പോഴായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ക്ഷമിക്കാൻ എനിക്കും ആവും കേട്ടോ. അപ്പോൾ അവർക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്തു കൊടുക്കാനൊക്കെ ഞാനും ശ്രമിക്കാറ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നൂഡിൽസ് ഇഷ്ടമില്ലാത്ത കുട്ടികൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇടിയപ്പം നൂഡിൽസിൻ്റെ ആ ഒരു ടേസ്റ്റിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുട്ടികൾ സ്കിപ്പ് ചെയ്യാതെ എന്തായാലും കഴിച്ചോളും ബ്രേക്ക്ഫാസ്റ്റ്. എന്നിട്ട് ഇപ്പോൾ ഇടിയപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ആ ഒരു വെജിറ്റബിൾസും മസാലയും എല്ലാം ഇതിൽ പിടിക്കുന്നത് വരെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ദേഷ്യപ്പെടുന്നതിനേക്കാൾ നല്ലതല്ലേ ആ ഒരു സംഭവം വെച്ച് തന്നെ അവരുടെ ഒരു ടേസ്റ്റിന് ചെയ്തു കൊടുക്കുവാണെങ്കിൽ അവർ സ്കിപ്പ് ചെയ്യാതെ കഴിച്ചോളൂ കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെയാണ് കേട്ടോ ഒരുപാട് നാളായിട്ട് ഇതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കും ടെൻഷനില്ല, അവരും വയറു നിറച്ച് കഴിക്കുമ്പം അവരും ഹാപ്പിയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത റെസിപ്പി ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഇതിലേക്ക് മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ഉണ്ടല്ലോ അതും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ വെച്ചാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കാടമുട്ടയാണ് കേട്ടോ അതെടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ ഒരു മസാല ഇതിലേക്ക് പിടിക്കുന്നത് വരെ 3 മിനിറ്റോളം ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഒരു ഉണ്ണിയപ്പച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അപ്പത്തിൻ്റെ മാവാണ് കേട്ടോ. അത് കുറച്ചായിട്ടാണ് ഒഴിക്കേണ്ടത്. മുഴുവനും നിറച്ചൊഴിക്കേണ്ട. ഞാൻ ഫസ്റ്റ് ഒഴിച്ചപ്പോൾ അതൊന്ന് നിറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം.
അപ്പോൾ കുഞ്ഞു കുഞ്ഞു അപ്പം ആകുമ്പോഴല്ലേ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. ഇവിടെ സാധാരണ രണ്ടാമത്തെ മോന് അപ്പം ഇഷ്ടമല്ലാത്ത ആളാണ്. പക്ഷെ ഇതുപോലെ ഞാൻ ചെയ്തു കൊടുത്തപ്പം അവൻ മുഴുവനായിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ കുട്ടികൾക്കെന്ന് വെച്ചാൽ ആ ചെറുതായിട്ട് കൊടുക്കുമ്പോൾ ശരിക്കും അവർ അപ്പമാണെന്ന് പോലും അറിയത്തില്ല കേട്ടോ. അതുപോലത്തെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ അടച്ചു വെച്ചിട്ട് നമ്മൾ സാധാരണ അപ്പമൊക്കെ ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ആ കാടമുട്ട ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പം കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ അപ്പം ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. അവരെന്തായാലും സ്കിപ്പ് ചെയ്യാതെ കഴിച്ചോളൂ കേട്ടോ. ഇവിടെ എന്തായാലും ബാക്കി വെക്കാതെ മുഴുവനായിട്ട് തീർത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളും ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത റെസിപ്പിക്കായിട്ട് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുരുമുളക് പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ, പിന്നെ സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, ഇത്രയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഒന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇതാ ഒരു കടായിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ചിക്കൻ പീസസ് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റോളം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 2 വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഒരു ചിക്കൻ ഉണ്ടല്ലോ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്, ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ചെറുതാക്കണം അത്ര നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്തത്. ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അത് മാറ്റി വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ടയുണ്ടല്ലോ, മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്യൂനട്ട് സോക്ക് ചെയ്തത്, പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീം, പിന്നെ ചീസ്, പിന്നെ കുറച്ച് നാരങ്ങായിട്ട് നീര്, ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്തത് 1 ടേബിൾ സ്പൂൺ തേനാണ് കേട്ടോ. ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി അല്ലി 4 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ പീസ്, ഇത്രയും കൂടി ചേർത്ത് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു ചിക്കനിലേക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഹണി ചേർത്ത് കൊടുത്തതാണ്. തേൻ സാധാരണ നമ്മൾ ചൂടാക്കാറില്ല കേട്ടോ. അപ്പോൾ ചൂടാക്കുവാണെങ്കിൽ അത് പോയിസൺ ആയിട്ടാണ് കേട്ടോ മാറുന്നത്. അതുകൊണ്ട് തന്നെ അത് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്. ഈ ചപ്പാത്തിയിലേക്ക് ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. നല്ലൊരു ഷവർമയുടെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെജീസൊക്കെ ആഡ് ചെയ്യുന്നതാണ്, ക്യാരറ്റ്, ക്യാപ്സിക്കം അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഇങ്ങനെ മാത്രം കൊടുത്തപ്പോൾ തന്നെ നല്ല ജ്യൂസിയും നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. കുട്ടികൾ എന്തായാലും ബാക്കി വെക്കാതെ കഴിക്കും കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചിടുന്നുണ്ട്. ഇതിലേക്ക് സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്തത് ഒറിഗാനോ ആണ് കേട്ടോ, ഒരു 1/2 ടേബിൾ സ്പൂൺ, ചില്ലി ഫ്ലേക്സ് ഒരു 1/2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, ഇത്രയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ ഒട്ടും സമയമില്ല, ബിസിയുള്ള ടൈമിൽ, എന്നാൽ പിന്നെ കുട്ടികൾ ഇപ്പം ഒന്നും കഴിക്കാനായിട്ട് മടിക്കുന്ന ടൈമിലൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടറാണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഒരു ബ്രെഡ് ഉണ്ടല്ലോ, ആ ബ്രെഡ് ജസ്റ്റ് ഒന്ന് 2 വശം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടത് മാറ്റി വെക്കാം. 4 ബ്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 4 ബ്രെഡും ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സെയിം പാനിൽ തന്നെ അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു മുട്ടയുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് 2 ബ്രെഡ് സ്ലൈസ് വെച്ചു കൊടുക്കാം. ഇതിപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ബ്രെഡ് ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സാവധാനത്തിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ആ ഒരു ബ്രെഡിൽ പിടിച്ചിട്ട് വേണം കേട്ടോ തിരിച്ചിട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി തിരിച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ തന്നെ മയോണൈസാണ് കേട്ടോ. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടൊമാറ്റോ സ്ലൈസ് ഇതുപോലെ ഒന്ന് വെക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ചീസ് ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നേരത്തെ ചെയ്ത് വെച്ച ആ ഒരു ബ്രെഡ് സ്ലൈസ് ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ആ ഒരു ചീസൊക്കെ മെൽറ്റ് ആവുന്നതിന് വേണ്ടി ജസ്റ്റ് കുറച്ച് നേരം കൂടി ചൂടാക്കി എടുത്തു. എന്നിട്ട് ഇപ്പോൾ അത് ഫ്ലെയിമിൽ നിന്ന് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റം ഉണ്ടോ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയതും സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ.
ഇനി അടുത്ത റെസിപ്പി ചെയ്തെടുത്താലോ. ഇതിനായിട്ടൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചിടുന്നുണ്ട്. ഇതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു അര സവാളയാണ് എടുത്തത്. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് ക്യാരറ്റാണ് ചേർത്തത്. ചില്ലി ഫ്ലേക്സ് ഒരു 1/2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഒരു ദോശ കല്ലുണ്ടല്ലോ, അത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ദോശ ബാറ്ററാണ് കേട്ടോ. അത് ചെറിയ ചെറിയ ദോശയായിട്ടാണ് കേട്ടോ കുട്ടികൾക്ക് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ മാറ്റി വെച്ച ആ ഒരു മുട്ടയുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ ഇവിടെ കുട്ടികൾക്ക് നെയ് റോസ്റ്റൊക്കെ ഒരുപാട് ഇഷ്ടമുണ്ട്. പക്ഷേ ദോശ കഴിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു റെസിപ്പി ചെയ്തത്. ഇപ്പോൾ ഞാൻ ചെയ്ത എല്ലാ ബ്രേക്ക്ഫാസ്റ്റും മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടാവുന്നതാണ്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കുറച്ചെങ്കിലും ഇഷ്ടാവാതിരുന്നത് ഈ ഒരു ദോശയാണ് കേട്ടോ. കാരണം സാധാരണ ദോശയും നെയ് റോസ്റ്റൊക്കെ കഴിക്കുന്ന കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ആ മുട്ട ചേർത്തത് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.